ഹായ്, എല്ലാവർക്കും ചക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു മധുരക്കറിയാണ്. കോട്ടയം സ്പെഷ്യലായിട്ടുള്ളൊരു മധുരക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തന്നെ പൈനാപ്പിളും ഒരു നേന്ത്രപ്പഴവും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിനാണ് വേവ് കൂടുതലുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കുക്കറിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ സ്പൂൺ എടുക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ കുക്കർ കൊണ്ടൊന്ന് കുലുക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാധാ പച്ചടിയേക്കാളും കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് മതി. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനതിൻ്റെ വിസിൽ പോയതിന് ശേഷമാണ് ഞാനിതൊന്ന് തുറന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പോളം ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ നേരത്തെ ശർക്കര ഉരുക്കിയത് ഇരിക്കുന്നത് കാരണം ഞാൻ ഉരുക്കുന്നതൊന്നും കാണിച്ചു തരാത്തതാണേ. അപ്പോൾ ശർക്കരയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഞാൻ ഈ മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടച്ചു കൊടുക്കണം താല്പര്യമില്ലെങ്കിൽ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വറുത്ത ജീരകത്തിൻ്റെ പൊടിയാണേ. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇനി ഇത് നമ്മളൊന്ന് താളിച്ചൊഴിക്കുകയും കൂടെ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോട്ടയം സ്പെഷ്യലായിട്ടുള്ള ഈ മധുരക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്കിത് താളിച്ചൊഴിക്കുകയും കൂടെ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുര കറി അപ്പോഴത്തേക്കും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കുകയും കൂടെ ചെയ്യുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല കാണാനും ഒരു നല്ല ലുക്കും കൂടെ തരും. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചൂടോടുകൂടി ഈ മുന്തിരിങ്ങ ചേർക്കരുത്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ മുന്തിരിങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുര കറി ഇവിടെ തയ്യാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.